പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ യേശു കർത്താവിൻ്റെ വാക്ക്, നിങ്ങളോടുള്ള യേശുവിൻ്റെ വാക്ക്. ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം 4-ാമത്തെ വാക്യം. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. യേശു കർത്താവിൻ്റെ വാക്കിന് വലയിറക്കാം. യേശു കർത്താവ് ശീമോൻ പത്രോസിനോട് പറയുകയാണ്, നിന്റെ വല ആഴത്തിലേക്ക് ഇറക്കുവാൻ. വല നന്നായി വീശി മീൻ പിടിച്ച് പരിചയമുള്ള ശീമോനോട് യേശു പറയുന്നത് വല വീശാനല്ല, വല ഇറക്കുവാൻ. വല വീശുന്നതും വല ഇറക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വല വീശി മീൻ പിടിച്ചൊരു പരിചയം പത്രോസിനുണ്ട്, എന്നാൽ വല ഇറക്കിയൊരു പരിചയമില്ല. കാരണം വല ഇറക്കുക എന്ന് പറഞ്ഞാൽ വീശണ്ട, പടകിനകത്തിരുന്നു കൊണ്ട് വല താഴത്തേക്ക് വിട്ടുകൊടുക്കുക, ഇറക്കിക്കൊടുക്കുക. ആമേൻ. നിന്റെ ശൂന്യത മാറ്റേണ്ടതിനുള്ള യേശുവിൻ്റെ വാക്കാണ്. ശീമോൻ എന്നീ പറഞ്ഞ്, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നും. ഇവിടെ വല വീശണ്ട, വല ഇറക്കിയാൽ മതി. കഴിഞ്ഞ നാളുകൾ അധ്വാനിച്ചിട്ടും ഓടിയിട്ടും, ഏറെ നാൾ ഓടിയിട്ടും ഏറെ നാൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ, ഒന്നുമില്ലാതെ നിരാശപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നവരോട് ശീമോൻ പറഞ്ഞൊരു വാക്ക്, അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്ന കഴിഞ്ഞ രാത്രിയിൽ. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. വല ഇറക്കുക എന്ന് പറഞ്ഞാൽ, ശീമോനെ, നീ കഴിഞ്ഞ രാത്രിയിൽ മുഴുവനും പോയിട്ട് കിട്ടാത്തത് നിന്റെ പടകിൻ്റെ കീഴെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ പടകിൻ്റെ താഴെ മീൻകൂട്ടത്തെ ഞാൻ നിർത്തിയിട്ടുണ്ട്. നീ വല വീശണ്ട, വല ഇറക്കിയാൽ മതി. ആ വല ശീമോന് ഇറക്കിക്കൊടുത്തപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയ്ക്കകത്ത് കയറിയെന്നാണ്. നിങ്ങളിൽ പലരും, നിങ്ങൾ അനേക നാളുകളായി ഓടിയിട്ടും അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാതെ നിരാശയുടെ അങ്ങേയറ്റത്തെ അനുഭവത്തിനകത്ത് നിൽക്കുമ്പോൾ ഈ ദൂത് മുറുകെ പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കൽപ്പിച്ചിട്ട് നിങ്ങൾക്ക്